ഇസ്മായിൽ നബിയും പിതാവിനോടൊപ്പം ചേർന്ന് അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അവർ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. എന്നാൽ അവർക്ക് ആരാധനയ്ക്ക് പറ്റിയ ഒരു ഇടമില്ലായിരുന്നു. അപ്പോൾ അള്ളാഹു അവരോട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു ഭവനം നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു. അള്ളാഹു കഅബ നിർമ്മിക്കാൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന് ഇബ്രാഹിം നബി മകനോട് പറഞ്ഞു. അള്ളാഹു പറഞ്ഞത് തന്നെ നമുക്ക് ചെയ്യാം എന്ന് അദ്ദേഹം മറുപടി നൽകി. അവർ കഅബ നിർമ്മിക്കാൻ തുടങ്ങി. ഇസ്മായിൽ നബി കല്ലുകൾ കൊണ്ടുവരികയും ഇബ്രാഹിം നബി ആ ഭവനം നിർമ്മിക്കുകയും ചെയ്തു. ചുമരിന് നീളം കൂടിയതിനാൽ ഇബ്രാഹിം നബിക്ക് മുകളിലേക്ക് എത്താൻ പ്രയാസമായിരുന്നു. അപ്പോൾ ഇസ്മായിൽ നബി വലിയ കല്ലുകൾ ഇബ്രാഹിം നബിക്ക് വേണ്ടി കൊണ്ടുവന്നു. ഇബ്രാഹിം നബി അതിൽ കയറി നിന്ന് തന്റെ ജോലി ചെയ്തു. ആ കല്ല് ഇന്ന് അറിയപ്പെടുന്നത് മക്കാമു ഇബ്രാഹിം എന്നാണ്. ഇന്നും അവിടെ ചെന്നാൽ നമുക്ക് ആ കല്ല് കാണാൻ സാധിക്കുന്നതാണ്. അടിത്തറ വളരെ പെട്ടെന്ന് പൂർത്തിയായി. പക്ഷെ അതിന്റെ മൂലയിൽ വലിയ ഒരു വിടവ് ഉണ്ടായിരുന്നു. അത് നികത്താൻ അദ്ദേഹം ഇസ്മായിൽ നബിയോട് ഒരു കല്ല് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഇസ്മായിൽ നബി അലൈഹിസ്സലാം വളരെ ക്ഷീണിതനായിരുന്നിട്ടും തന്റെ വൃദ്ധനായ പിതാവ് ആവശ്യപ്പെട്ടത് കാരണം അദ്ദേഹം കല്ല് അന്വേഷിച്ചു പോയി. ഇസ്മായിൽ നബി കല്ല് അന്വേഷിച്ചു പോയ സമയത്ത് അപ്പോഴൊരു അത്ഭുതം സംഭവിച്ചു. സ്വർഗത്തിൽ നിന്ന് മലക്കുകൾ ഒരു കല്ല് ചുമന്നുകൊണ്ട് താഴെ വന്നു. എന്നിട്ട് മലക്കുകൾ പ്രവാചകനോട് പറഞ്ഞു, ഈ കല്ല് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ചതാണ്. ആദ്യകാലത്ത് അതിന്റെ നിറം വെളുപ്പായിരുന്നു. പിന്നീട് ആളുകളുടെ പാപം കാരണം അത് കറുപ്പായതാണ്. തിരികെ എത്തിയ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആ കല്ല് കണ്ട് അത്ഭുതപ്പെട്ടു. അദ്ദേഹം ചോദിച്ചു, ആരാണ് ഈ കല്ല് കൊണ്ടുവന്നത്? ക്ഷീണം ബാധിക്കാത്ത ഒരാൾ കൊണ്ടുവന്നതാണ് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അങ്ങനെ കഅബയുടെ നിർമ്മാണം പൂർത്തിയായി. അവർ ഈ കർമ്മം സ്വീകരിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹു ഇതിൽ വളരെ സംതൃപ്തനായിരുന്നു. അള്ളാഹു തന്റെ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കാൻ ആവശ്യപ്പെട്ടു. പ്രവാചകൻ എല്ലാവരോടും അവിടെ തീർത്ഥാടനം നടത്താൻ ആഹ്വാനം ചെയ്തു. ആളുകൾ കാൽനടയായും ഒട്ടകപ്പുറത്തുമായും പല സ്ഥലങ്ങളിൽ നിന്നും അങ്ങോട്ട് വന്നുകൊണ്ടേയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം മക്കയിൽ ഒരു വലിയ വെള്ളപ്പൊക്കമുണ്ടാവുകയും അത് കഅബ ഉൾപ്പെടെ ധാരാളം കെട്ടിടങ്ങളെ തകർക്കുകയും ചെയ്തു. കഅബ തകർന്നത് കണ്ട് ജനങ്ങൾ എല്ലാവരും വളരെയധികം ദുഃഖിച്ചു. അവർ കഅബയുടെ കേടുപാടുകൾ തീർക്കാൻ തീരുമാനിച്ചു. അതിന് കഅബയുടെ ചുമരുകൾ പൊളിച്ചു നീക്കണമായിരുന്നു. എന്നാൽ കഅബയുടെ ചുമരുകൾ വളരെ ഉറപ്പുള്ളതായിരുന്നു. ദിവസങ്ങൾ കുറെ കഴിഞ്ഞു. കഅബയുടെ ഭിത്തികൾ പൊളിക്കാൻ ആരും മുന്നോട്ട് വന്നില്ല. ഒരു ദിവസം ഗോത്രത്തലവനായ വലീദ് ഇബ്നു അലൈഹി അൽ മുബീറ ജനങ്ങൾക്കിടയിലൂടെ മുന്നോട്ട് വരികയും ആയുധമെടുത്ത് കഅബയുടെ ഒരു മൂലയിൽ ഇടിക്കാൻ തുടങ്ങി. ഇടിയുടെ ശക്തിയിൽ കഅബയുടെ ഒരു ഭാഗം തകർന്നു വീണു. ഇത് കണ്ട് ആളുകൾ അമ്പരന്നു. ജനങ്ങൾ അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമെന്ന് കരുതി അവർ അൽ മുബീറയെ കാത്തിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു പരുക്കും ഏൽക്കാതെ അതിനിടയിൽ നിന്നും അദ്ദേഹം പുറത്തേക്ക് വന്നു. ഇത് കണ്ട് ഗോത്രത്തലവന്മാർ കഅബ പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ഗോത്രത്തലവന്മാർ ഒരുമിച്ച് നിന്ന് ജോലി ചെയ്യാൻ തീരുമാനിച്ചു. അവർ ഓരോരുത്തരായി കല്ലുകൾ ചുമന്നുകൊണ്ടുവന്നു. വലിയ പച്ചക്കല്ലുകൾ വിരിച്ചതായിരുന്നു കഅബയുടെ തറ. അവർ കഅബയുടെ പുനർനിർമ്മാണം തുടങ്ങി. നിർമ്മാണം നടക്കുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് എന്ന കല്ല് സ്ഥാപിക്കേണ്ട സമയമായപ്പോൾ ഗോത്രവർഗക്കാർ തമ്മിൽ വഴക്കായി. ഓരോ ഗോത്രക്കാരും ആ കല്ല് ഉയർത്താനുള്ള ബഹുമതി ആവശ്യപ്പെട്ടു. അതിനുവേണ്ടി അവർ തമ്മിൽ വഴക്കായി. ആർക്കും ഒരു നല്ല തീരുമാനത്തിലെത്താൻ പറ്റിയില്ല. അവസാനം അവർ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്ന് ഇതിനൊരു പരിഹാരം കാണാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം കുറച്ചു നേരം ഒന്നും മിണ്ടാതെ നിന്നതിനു ശേഷം പ്രവാചകൻ പറഞ്ഞു,
ആ കല്ല് ഒരു വലിയ തുണിയിൽ വെക്കുക. അതിനുശേഷം ആ തുണിയുടെ ഓരോ ഭാഗവും ഓരോ ഗോത്രത്തലവന്മാർ പിടിച്ചുയർത്താൻ ആവശ്യപ്പെട്ടു. പ്രവാചകൻ എന്നിട്ടവരെ കഅബയിലേക്ക് നയിച്ചു. അവരെല്ലാവരും കൂടെ ചേർന്ന് അത് യഥാസ്ഥാനത്ത് വെച്ചു. ഒരാളെയും ഒഴിവാക്കാതെ എല്ലാവരും അതിൽ ഭാഗമായി. ഈ തീരുമാനം അവർക്ക് സമ്മതമാവുകയും അങ്ങനെ കഅബയുടെ നിർമ്മാണം പൂർത്തിയായി. ആളുകൾ കാൽനടയായും ഒട്ടകപ്പുറത്തുമായും പല സ്ഥലങ്ങളിൽ നിന്നും അങ്ങോട്ട് വന്നുകൊണ്ടേയിരുന്നു.